വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. 68ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. കോവിഡ് മൂലം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വള്ളംകളി. മേള ഉച്ചയ്ക്ക് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 20 ചുണ്ടന്മാരും 77 ചെറുവള്ളങ്ങളും ഇന്ന് പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കും. ഇടവേളയ്ക്ക് ശേഷം വന്ന ജലമേളയായതുകൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം കാണികളാണ് ഇന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒഴുകിയെത്തുക. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പറഞ്ഞു. ജസ്റ്റ് ഇപ്പോൾ സെക്യൂരിറ്റി ഓഡിറ്റ് പൂർത്തിയായതേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെ ഉള്ള ക്രമീകരണങ്ങളെല്ലാം ഒരു പ്രാവശ്യം തിരിച്ച് ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനും ജില്ലാ പോലീസ് മേധാവിയായ ജയദേവ് സാറും. എവറിത്തിങ് ഈസ് ആസ് ഓഫ് നൗ ഗോയിങ് ഗുഡ്. VVIP പെവലിയനിൽ എല്ലാ ചെക്കിങ്സ് അതെല്ലാം നടക്കുന്നു. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ഹാവ് ബീൻ ഡൺ. 2000-ലധികം പോലീസുകാരെയാണ് ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സുരക്ഷാ പരിശോധനകൾക്കുമായി നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം ഇൻ പ്ലേസ് ആണ്. നമ്മുടെ ബ്രീഫിംഗ് ഇപ്പം ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓഫീസേഴ്സിന്റെ മെന്നിന്റെയും എന്നിട്ട് അത് തന്നെ മെന്നിനെ പോസ്റ്റ് ചെയ്യും. ഏകദേശം 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും അതിനനുസരിച്ചുള്ള സൂപ്പർവൈസറി ഓഫീസേഴ്സായ DYS 15 DYSമാരെയും 40-ഓളം IPമാരെയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ VIPs വരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മേജർ VIPs VVIPസും അതുപോലെ നമ്മുടെ കളക്ടറിന്റെയും പോയ എല്ലാ പോയിന്റും ചെക്ക് ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ക്രമീകരണങ്ങളൊക്കെ വെൽ ഇൻ പ്ലേസ് ആണ്. രാവിലെ ചെറുവള്ളങ്ങളായ വെപ്പ, ഓടി, ഇരുട്ടുകുത്തി വിഭാഗങ്ങളുടെ മത്സരമാണ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ മത്സരം. ന്യൂസ് 18 ആലപ്പുഴ. വിഴിഞ്ഞം സമരം കൂടുതൽ ശക്തമാക്കാൻ ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. ഈ മാസം 17 വരെയുള്ള സമരപരിപാടികൾ പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച സർക്കുലർ ഇന്ന് ലത്തീൻ രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ വായിക്കും. നാളെ മുതൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ചേർന്ന സതേൺ സോണൽ കൌൺസിലിന്റെ 30ാമത് യോഗത്തിൽ ആകെ ചർച്ച ചെയ്തത് 26 വിഷയങ്ങൾ. ഇതിൽ 9 എണ്ണത്തിൽ ചർച്ചയിൽ തന്നെ പരിഹാരം കണ്ടു. വികസനത്തിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്ന് കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. 2014-ൽ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി സാഗർമാല പദ്ധതിയോടൊപ്പം തീരദേശ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി വൻകിട തുറമുഖങ്ങളുടെ നവീകരണത്തിന് വിവിധ പദ്ധതികൾ ആരംഭിച്ചു. 2014 മുൻപ് സോണൽ കൌൺസിൽ യോഗങ്ങളിൽ 43% പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ഇപ്പോൾ ഇത് 64%. 2006-നും 2013-നും ഇടയിൽ നടന്ന സോണൽ കൌൺസിൽ യോഗങ്ങളിൽ 104 വിഷയങ്ങളും 2014 മുതൽ 2022 വരെ 555 വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ഇതിൽ 64% പരസ്പര ധാരണയിൽ പരിഹരിക്കുകയും ചെയ്തു. ആകെ 108 പദ്ധതികളിൽ 76,000 കോടി രൂപയുടെ 98 എണ്ണം പൂർത്തീകരിച്ചു. 1,32,000 കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണത്തിലാണ്. തീരദേശ സംസ്ഥാനങ്ങൾക്കായി സാഗർമാലയുടെ കീഴിൽ 2 ലക്ഷം കോടി ചെലവിടുന്നു. തീരദേശ ജില്ലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിനും പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ നീലവിപ്ലവത്തിനും 7,737 കോടി നീക്കിവച്ചിട്ടുണ്ട്. കോവളത്ത് യോഗം നടന്ന ദിവസം തന്നെ 9 വിഷയങ്ങളിൽ പരിഹാരം കാണാനായത് നേട്ടമാണ്. 17 വിഷയങ്ങൾ വിശദമായി പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഇതിൽ 9 എണ്ണം ആന്ധ്രാപ്രദേശ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും തങ്ങളുടെ തീർപ്പാകാത്ത പ്രശ്നങ്ങൾ പരസ്പരം പരിഹരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ജമ്മു കാശ്മീരിൽ ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലി ഇന്ന്. പുതിയ പാർട്ടി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. കാശ്മീരിലെ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ ഒപ്പം അണിനിരത്താനാണ് ഗുലാം നബി ആസാദിന്റെ ശ്രമം. മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവനിരയെയും ഒപ്പം കൂട്ടാൻ നിർണായക ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനിടെ അദ്ദേഹത്തെ NDAയിൽ എത്തിക്കാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. NDAയ്ക്കൊപ്പം നിന്ന് കാശ്മീരിൽ മുഖ്യമന്ത്രിയാകാനാണ് ഗുലാം നബി ആസാദ് ശ്രമിക്കുന്നത് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ജ്ഞാനായ സഭയിലെ വിവാഹത്തിൽ നിർണായകമായ വിധിയുണ്ടായതിന്റെ ആശ്വാസത്തിലാണ് ഒരു വിഭാഗം വിശ്വാസികൾ. ഇതര സഭകളിലുള്ളവരുമായി കല്യാണം കഴിച്ചാൽ ജ്ഞാനായ സഭയിൽ നിന്നും പുറത്താകുമെന്ന സ്ഥിതിയാണ് കോട്ടയം ജില്ലാ കോടതി തിരുത്തിയത്. അതേസമയം ജില്ലാ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് ജ്ഞാനായ സഭ. രക്തശുദ്ധിവാദത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു ജ്ഞാനായ കത്തോലിക്ക സഭയിലെ വിവാഹം നടത്തിയിരുന്നത്. ഇതര കത്തോലിക്ക സഭകളിൽ നിന്നുള്ളവരെ വിവാഹം കഴിച്ചാൽ സഭയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി കോടതി റദ്ദാക്കിയതോടെയാണ് ഒരു വിഭാഗം ആശ്വാസത്തിലായത്. നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണിതെന്ന് കത്തോലിക്ക നവീകരണ സമിതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. ദൈവിക നീതി ജില്ലാ ജഡ്ജി സാനു എസ് പണിക്കരിലൂടെ വീണ്ടും നടപ്പായിരിക്കുകയാണ്. ഞാൻ വീണ്ടും എന്ന് പറഞ്ഞത് സബ് കോടതി വിധിയിൽ
അന്ന് സഭാധികാരികൾ അതനുസരിക്കേണ്ടതായിരുന്നു. സബ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് ഈ സഭയിൽ നടക്കുന്നത് ബൈബിളിനെതിരെയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്, കാനൻ ലോയ്ക്കെതിരാണ്. സഭയിൽ പുറത്തുനിന്നൊരാളെ പുറത്തുനിന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ തന്നെ പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നതിൻ്റെ പേരിൽ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അത് ചെയ്യരുത് എന്ന് താഴത്തെ കോടതി പറഞ്ഞു, അത് ശരിവെച്ചു. പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു, അതും ശരിവെച്ചു. പുറത്താക്കിയവരുടെ ഭാര്യയെയും പിള്ളേരെയും മക്കളെയും തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു, അതും ശരിവെച്ചിരിക്കുന്നു. അങ്ങനെ സഭ ഉയർത്തിയ ഒരു വാദങ്ങളും ഒരു ചെറിയ അംശം പോലും കോടതി അംഗീകരിച്ചില്ല. അതേസമയം വിധിയിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ക്നാനായ സഭ. അതുകൊണ്ട് തന്നെ നിലവിലെ വിധി ഉടൻ നടപ്പാകാൻ സാധ്യതയില്ല. ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വരെ പോകുമെന്നതാണ് സഭാ നിലപാട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായി പോയി എന്നേ പറയുവാനുള്ളൂ. ഞങ്ങൾ 17 നൂറ്റാണ്ടായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും ന്യായമായ ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾക്കും ഞങ്ങളുടേതായ പൗരാവകാശങ്ങളുണ്ട്. ആ പൗരാവകാശമാണിപ്പോൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ കോടതിയെ ധിക്കരിക്കുന്നില്ല, പക്ഷേ ഇനിയും നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടുന്നതായിരിക്കും. ഏതായാലും ചരിത്രവിധി സഭയ്ക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സച്ചിൻ ദേവ് MLAയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വിവാഹം ഇന്ന് നടക്കും. രാവിലെ 11-ന് AKG ഹാളിലാണ് ചടങ്ങുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് 2020 ലോകകപ്പ് നഷ്ടമാകും. ഏഷ്യാകപ്പിനിടെ പരിക്കേറ്റ ജഡേജയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് റിപ്പോർട്ട്. കാൽമുട്ടിനായിരുന്നു പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതാണെന്നും ശസ്ത്രക്രിയ ആവശ്യമാണെന്നും BCCI അറിയിച്ചു. ജഡേജയ്ക്ക് 6 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. KSRTC ജീവനക്കാരുടെ ശമ്പളം നൽകുമെന്ന മന്ത്രിയുടെ വാക്ക് പതിവ് പോലെ പാഴ്വാക്കായി. സർക്കാർ 50 കോടി അനുവദിച്ചുവെങ്കിലും തിങ്കളാഴ്ച മുതലേ ശമ്പള വിതരണം ആരംഭിക്കൂ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ യോഗം നാളെ നടക്കും. സർക്കാർ 50 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ ശമ്പള വിതരണം ഇന്നലെ തന്നെ തുടങ്ങുമെന്നായിരുന്നു ഗതാഗത മന്ത്രി പറഞ്ഞത്. പക്ഷേ ഒന്നും നടന്നില്ല. KSRTC അക്കൗണ്ടിൽ പണമെത്തിയില്ല, ബാങ്കിലേക്ക് പണമടച്ചില്ല. അതിനാൽ ഓവർ ഡ്രാഫ്റ്റും കിട്ടിയില്ല. തിങ്കളാഴ്ച മുതൽ ഭാഗികമായി ശമ്പള വിതരണം നടത്താനാകുമെന്നാണ് കരുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിന് മാത്രം 160 കോടി രൂപ വേണം. ഇതിന് പുറമെയാണ് ഓണം ബോണസും അഡ്വാൻസും കൊടുക്കേണ്ടത്. സർക്കാർ അനുവദിച്ച തുക കൊണ്ട് നേരത്തെ എടുത്ത ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അടച്ചു തീർത്ത് വീണ്ടും 50 കോടി ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓണം ബോണസിന് പണമില്ല. ജീവനക്കാരുടെ ഓണം അഡ്വാൻസിനായി 75 കോടി രൂപയുടെ മറ്റൊരു ഓവർഡ്രാഫ്റ്റ് അപേക്ഷ SBIയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് യൂണിയനുകളും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച. ഇതിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് യൂണിയനുകൾ. അവശ്യ സാധനം വാങ്ങാൻ അനുവദിക്കുന്ന കൂപ്പൺ വേണ്ടെന്നാണ് KSRTC യൂണിയനുകളുടെ നിലപാട്. സർക്കാർ അനുകൂല യൂണിയനുകളും കൂപ്പൺ തള്ളിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പൊന്നോണക്കാലം. ഓണത്തപ്പനെ ചൂടാൻ ഓലക്കുട വേണം. എന്നാൽ ഈ ഓലക്കുട നിർമ്മിക്കാൻ അറിയുന്നവർ ഇക്കാലത്ത് കുറവാണ്. മലപ്പുറം പുരമാന്തോൾ കുരുവമ്പലത്തുണ്ട് ലക്ഷണമൊത്ത ഓലക്കുട നിർമ്മിക്കാൻ അറിയുന്നവർ ഇപ്പോഴും. എല്ലാ അർത്ഥത്തിലും 100% പ്രകൃതിദത്തമാണ് ഓലക്കുട. കുടപ്പന കൊണ്ടാണ് കുടയുടെ മുകൾ ഭാഗം. പിടി മുളവടി കൊണ്ട്. മുള നേർത്ത രീതിയിൽ മുറിച്ച് കെട്ടിവെച്ച് അതിനു മുകളിലാണ് കുടപ്പന ഓല പൊതിയുന്നത്. ഇതിനെല്ലാം പരസ്പരം കെട്ടിവെക്കുന്നത് പനയിൽ നിന്നെടുക്കുന്ന ഈരുകൊണ്ടും. ഇതെല്ലാം അറിയുന്ന, ഇതുപോലെ കുടയുണ്ടാക്കാൻ അറിയുന്ന ആളുകൾ ഇന്ന് അപൂർവമാണ്. അവിടെയാണ് കുരുവമ്പലത്തെ കൃഷ്ണൻകുട്ടിയും കുടുംബവും പ്രസക്തരാവുന്നത്. പാരമ്പര്യമായി കിട്ടിയ അറിവാണ്, കഴിവാണ്. ഇപ്പോൾ ഇതൊന്നും അറിയുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. അക്കാരണം കൊണ്ടാണ് ബാങ്കിൽ നിന്ന് വിരമിച്ച കൃഷ്ണൻകുട്ടി ഈ ഓണക്കാലത്ത് ഓലക്കട നിർമ്മിക്കുന്നത്. അച്ഛനും അമ്മയും ചെയ്യണത് കണ്ടിട്ട് അങ്ങനെ അവിടെ പഠിഞ്ഞു. പിന്നെ അന്നൊക്കെ ഇതൊരു ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗത്തിൽ അങ്ങനെ പഠിഞ്ഞു.
ഒരുക്കതിന്റെ കോലുണ്ടാക്കും, ഒരുക്ക നാരുണ്ടാക്കും, ഒരുക്കതിന്റെ ഈ പുറത്തുള്ള ഈ തണ്ടുകളി, അങ്ങനെ കുറേശ്ശെ പാകം ചെയ്ത് വെച്ചതിന്റെ ശേഷമാണ് ഇതിന് ഇരിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസങ്ങളൊക്കെ പിടിക്കും. പിന്നിപ്പോ ഇത് കൊണ്ടുപോയിട്ട് ജീവിക്കണം എന്നുള്ളൊരു കാലഘട്ടമാകുമ്പോൾ ഇതുമ്മ കിടന്ന് കെട്ടിമറി തന്നെയാണ്. കൃഷ്ണൻകുട്ടിയുടെ അനിയൻ അയ്യപ്പന് നല്ല കൈവേഗമാണ്. കുട നിർമ്മിച്ചുകൊണ്ട് തന്നെ അയ്യപ്പൻ വിശേഷങ്ങൾ പങ്കുവച്ചു. എല്ലുകൾ ഉണ്ടല്ലോ, ഈ എല്ലുകൾ കൂട്ടി ഇത് കണക്കിനെ യോജിപ്പിച്ച് ഇവിടെ അടിയിൽ ആദ്യം കെട്ടണം. ശേഷം ഇതിങ്ങനെ വട്ടം ഒരുപോലെ അളവ് ശരിയാക്കിയിട്ട് ഇതിങ്ങനെ ഈ റൗണ്ട് ചുറ്റണം. അപ്പൊ ഒരു കുടയുടെ രൂപമായി. എന്നിട്ട് ഇത് വെച്ച് കെട്ടും. എന്നിട്ട് ഇത് ഇവിടെ കൂട്ടി കെട്ടിയത് കഴിച്ചിട്ട് ഇത് കുണ്ടാക്കും. കുണ്ടാക്കിയിട്ട് കെട്ടിയ ശേഷം പിന്നെ ഇതാ ഈ റൗണ്ട് കെട്ടും. അപ്പോൾ കുട ഉൽപാദനം 3/4 ഭാഗം കഴിഞ്ഞു, 80% കഴിഞ്ഞു. പിന്നെ ഇതിന്റെ മുകളിൽ ഓലയാണ്. ഇതാണ് കുടപ്പനപ്പട്ടാന്ന് പറഞ്ഞത്. കുംഭമാസത്തിൽ വെട്ടിയുണക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് ഇത് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഈ കുട ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടിച്ചിട്ട് ഇതിനൊരു ആണിയിടും. പിന്നെ അവിടെ പാകത്തിന് മുറിച്ചിട്ട് അവിടെ ഒരു ആണിയിടും. എന്നിട്ട് 2 വശം ഇതേമാതിരി ഇതിന്റെ ചെറുത് 2 വശം വെച്ച് തിന്നി പിടിപ്പിക്കും. എന്നിട്ട് പിന്നെ ഇതിന്റെ അടിയിൽ വേറൊരു ഇതിന്റെ നാക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പാകും. എന്നിട്ട് ഇത് റൗണ്ടിൽ ഇങ്ങനെ വരിഞ്ഞു വരും. കാലത്തിനനുസരിച്ച് എല്ലാം മായും. നാളെ ഓണക്കാലത്ത് മഹാബലിയെ ഓലക്കുട ചുടിച്ചിരുന്നു എന്ന് പറയേണ്ടി വരുന്ന കാലം വിദൂരമാകില്ല. ഈ ഒരു തലമുറ വരെ മാത്രമേ ഒരുപക്ഷെ ഈ പാരമ്പര്യ നിർമ്മാണ രീതിക്കും ആയുസ് ഉണ്ടാവുകയുള്ളൂ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വാളയാറിൽ താൽക്കാലിക പാൽ പരിശോധനാ കേന്ദ്രം തുറന്നു. മായം കലർന്ന പാൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഓണക്കാലത്ത് അതിർത്തി കടന്ന് പാലെത്തുന്നത് വർദ്ധിച്ചതോടെയാണ് മീനാക്ഷിപുരത്തിന് പുറമെ വാളയാറിലും പാൽ പരിശോധനാ ലാബ് പ്രവർത്തനം തുടങ്ങിയത്. സാധാരണ ദിവസങ്ങളിൽ വാളയാർ വഴി 2 ലക്ഷം ലിറ്റർ പാൽ വരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരാറുണ്ട്. ഓണം സീസണിൽ അത് 5 ലക്ഷം ലിറ്ററിന് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഗുണനിലവാര പരിശോധന നടത്താൻ ക്ഷീരവികസന വകുപ്പ് തീരുമാനിച്ചത്. പാലക്കാട് ജില്ലയിൽ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ നമുക്ക് സ്ഥിരം ഒരു ലബോറട്ടറി സംവിധാനമുണ്ട്. അതിന് പുറമെ ഈ ഓണക്കാലത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഴുവൻ സമയം 24 മണിക്കൂറും ഇതുവഴി പോകുന്ന ലൂസ് മിൽക്കാണെങ്കിലും പാക്കറ്റ് പാലുകളാണെങ്കിലും നമ്മളിവിടെ പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇവിടുന്ന് വണ്ടികൾ കടത്തിവിടുക. മലമ്പുഴ MLA A. പ്രഭാകരൻ ലാബ് ഉദ്ഘാടനം ചെയ്തു. ഈ പാലിൻ്റെ കാര്യത്തിലിപ്പോൾ കേരള സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിച്ചതാണ്. പക്ഷേ ഈ ഉത്സവകാലത്ത് നമുക്ക് പാല് തികയാതെ വരുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാല് വരികയാണ്. വരുന്നത് വിഷം കലർന്ന പാലാണ്. കേടുവരാതിരിക്കാൻ വേണ്ടി യൂറിയ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ലാബ് ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉണ്ടായത് അതാണ്. അപ്പോൾ ഇത് കേടുവരാതിരിക്കാൻ വേണ്ടി 10 ദിവസം വരെയൊക്കെ വെക്കാൻ കഴിയത്ര യൂറിയ കലർത്തിയ പാല്. അപ്പോൾ നമുക്ക് പാലേ വേണ്ട, അടുത്ത കൊല്ലം തീർച്ചയായിട്ടും വേണ്ട വരില്ല. ഈ പാലേ നമുക്ക് നിരോധിക്കാം. മായം കലർന്ന പാൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി. റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൌത്യം മാറ്റിയത്. ഈ ആഴ്ച ഇനി തിടുക്കപ്പെട്ട് വിക്ഷേപണം വേണ്ട എന്നാണ് നാസയുടെ തീരുമാനം. ഓറിയോൺ എന്ന യാത്രാപേടകവുമായുള്ള റോക്കറ്റ് വിക്ഷേപണം ഇന്നലെ രാത്രിയാണ് നിശ്ചയിച്ചിരുന്നത്. ഓഗസ്റ്റ് 29-നായിരുന്നു ആദ്യ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് എങ്കിലും അന്ന് റോക്കറ്റിന്റെ പ്രധാന എഞ്ചിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ദൌത്യം മാറ്റിവെച്ചിരുന്നു. ഗ്രൂപ്പ് മീരാന്റെ ഭാഗമായ ഈസ്റ്റ് ടീ ചായകളുടെ നൂതന ശ്രേണി അവതരിപ്പിച്ചു. ഇഞ്ചിയുടെയും ഏലത്തിന്റെയും ഫ്ലേവറുകൾ ചേർന്ന ചായയും ഗ്രീൻ ടീയും ആസാം ബ്ലെൻഡ് തേയിലയുമാണ് പുതിയ ശ്രേണിയിൽ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് മീരാൻ ഡയറക്ടർ സുബിൻ മീരാൻ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. വർഷാവസാനത്തോടെ ആരോഗ്യദായക ശ്രേണിയിലെ ചായകൾ പുറത്തിറക്കാനാണ് ലക്ഷ്യം. വിപണിയെ കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത് എന്നും സുബിൻ മീരാൻ പറഞ്ഞു. കമ്പനിയുടെ ഉൽപ്പന്ന നിര പരമാവധി വിപുലീകരിക്കലാവും ലാഭവിഹിതം ഉയർത്തുകയുമാണ് ലക്ഷ്യമെന്നും ഗ്രൂപ്പ് മീരാൻ ചെയർമാൻ നവാസ് മീരാൻ ചടങ്ങിൽ പറഞ്ഞു.
മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.